ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ. വയറുവേദനയ്ക്ക് കിച്ചാപ്പിക്ക് കുറച്ച് ദിവസമായിട്ട് മധുരമുള്ളൊരു ഗുളിക കൊടുക്കുന്നുണ്ടായിരുന്നു. മധുരം ആയതിനാൽ അവനത് ചവച്ച് തിന്നോളും. അപ്പം മിഠായി ആണെന്നും പറഞ്ഞുകൊണ്ട് തിന്നുമ്പോൾ തിന്നോട്ടെ എന്ന് എഴുതിയിട്ട് ഞാനും അത് സമ്മതിച്ചു കൊടുക്കും. അത് അവസാനം കൊണ്ടെത്തിച്ചത് ഇവിടെ ആയിരുന്നു കേട്ടോ. ആരും കാണാതെ അവൻ ഏട്ടൻ കഴിക്കുന്ന ഗോൾഡ് സ്റ്റോണിൻ്റെ കുറച്ച് ഗുളിക എടുത്തങ്ങ് തിന്നില്ല. ചവച്ചതേ ഉള്ളൂ. ചവച്ചപ്പോൾ ആശാന് കയ്പായതുകൊണ്ട് അങ്ങ് തുപ്പിക്കളഞ്ഞ്. നേരെ ഞാൻ ഓടി പെട്ടെന്ന് കൊണ്ടുപോയത് അവിടെ വീട്ടിലൊരു മനുഷ്യനില്ലായിരുന്നു. അപ്പം നേരെ ഞാൻ കൊണ്ടുപോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട്. അവർ ഒരു കുപ്പി സ്ഥലം എടുത്ത് തന്നിട്ട് പറഞ്ഞത് മൊത്തം കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കാൻ. എന്തിനാ ഏതാന്ന് ചോദിക്കാതെ ഞാനത് മുഴുവൻ കുടിപ്പിച്ചിട്ട് അവർ നോക്കിയപ്പോൾ അവർ പറയണേ ഛർദ്ദിക്കേണ്ടതാണ്, പക്ഷെ ഛർദ്ദിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, അവർക്കിനൊന്നും ചെയ്യാനില്ലെന്ന്. മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോകാനുള്ള ക്ഷമയോ സമാധാനവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ നേരെ പരുമല ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്. വേണ്ട, എന്തിനാ ഗുളിക തിന്നാൻ പോയേ? എന്തിനാ ഗുളിക തിന്നേ? അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ നല്ല ആക്റ്റീവാണ്, എങ്കിലും വയറ് കഴുകണമെന്ന് പറഞ്ഞു. മൂക്കിൽ എത്ര ട്യൂബ് ഇട്ടിട്ട് അതുകൂടെ കേട്ടപ്പോഴത്തേക്കും എൻ്റെ 2, 4, 8, 10 എല്ലാം കഴിഞ്ഞു. ഗുളിക തിന്നേ? എന്തിനാ ഗുളിക തിന്നേ? അതല്ലേ ഇപ്പൊ ട്യൂബ് ഇടുന്നേ. ഇനി ഗുളിക എടുത്ത് തിന്നോ? ഇനി ഗുളിക എടുത്ത് തിന്നോ? പിന്നെ ഡോക്ടർമാർ പറഞ്ഞത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്, മിക്കവാറും തൈറോയിഡിൻ്റെ മരുന്നെടുത്ത് കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ സാധാരണയായിട്ട് വരാറുള്ളതെന്ന്. എങ്കിലും ഞാൻ ആകെപ്പാടെ തകർന്നു. എൻ്റെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായതാണല്ലോ ഒരിത്. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു അവയർനെസ് വീഡിയോ പോലെ തന്നെ ഇരുന്നോട്ടെ. നാളെ ഈ കുരിപ്പ് വലുതാകുമ്പോൾ അവനും കണ്ടോട്ടെ അവൻ്റെ കുരുത്തക്കേടുകൊണ്ടുണ്ടായ സംഭവം എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. കുഞ്ഞുങ്ങളെടുത്ത് മരുന്നൊക്കെ വെക്കുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ എടുത്ത് തിന്നുന്നൊരു പക്ഷേ എൻ്റെ മൂത്തത് ഇങ്ങനൊന്നും കാണിക്കത്തില്ലായിരുന്നു. ഈ ഇളയ കുരിപ്പാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. എന്തായാലും ഇനി മധുരമല്ല തേന് മുഖി ഗുളിക കഴിച്ചാലും കൊടുത്താലും ഇനി കഴിക്കത്തില്ലെന്നൊക്കെ ശപഥം ചെയ്തിട്ടാണ് തിരിച്ചു പോരുന്നത്.